ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മോൻ്റെ 10ാമത്തെ പിറന്നാളാണ്. എല്ലാവരും ഇതിനു വേണ്ടി ഒന്ന് വിഷ് ചെയ്യണം. നമുക്കെന്നാൽ മട്ടന്നൂർ അമ്പലത്തിലെ ഉള്ളിലോട്ട് കയറാം. നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഉള്ളിലോട്ട് കയറുകയാണ്. നമ്മൾ ശ്രീകോവിലിൻ്റെ ഉള്ളിലോട്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അത് നമ്മൾ ശ്രീകോവിലിൻ്റെ ഉള്ളിലോട്ടുള്ള വീഡിയോസൊന്നും എടുക്കാനും പാടില്ല. പുറമേ വന്ന് പുറത്തുള്ള കാഴ്ചകൾ കാണിക്കാനാണ് എത്തുന്നത്. അപ്പോൾ നമ്മൾ തൊഴുതിറങ്ങി. അപ്പോൾ നമ്മൾ നേരത്തെ അമ്പലത്തിലോട്ട് പോകുമ്പോൾ ഇവിടെ ആൽമരത്തിൻ്റെ ചോട്ടിൽ നന്ദിയെ കണ്ടിട്ടുണ്ടായിരുന്നു. നന്ദിയെ തൊഴുതിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ തിരിച്ച് വരുമ്പോൾ നല്ല കാര്യമായിട്ട് തന്നെ കാണാമെന്നുള്ള രീതിയിൽ നമ്മൾ അപ്പോൾ അതും പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ തിരിച്ച് വന്നു. അപ്പോൾ വിബിയും ദാനൂട്ടനൊക്കെ എന്തൊക്കെയോ നന്ദിയുടെ ചെവിയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത എൻ്റെ ഊഴാണ്. അപ്പോൾ ഞാനും കൂടി പറയാം. കാര്യമായിട്ട് തന്നെ ഭഗവാനോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് കരുതിയിട്ട് തന്നെ പോയത്. അപ്പോൾ നന്ദിനോട് ചെവിയിൽ പറയുന്നത് ചില ആൾക്കാർക്ക് അറിയില്ല. ഇവിടെ വന്നപ്പോൾ വിബി പറയുന്നുണ്ടായിരുന്നു, എനിക്കും അറിയില്ല എന്താ സംഭവം, ഇതെന്താണ് ആചാരം എന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഐതിഹ്യം ഇതാണ്. മഹാദേവൻ നന്ദിക്ക് ഒരു വരദാനം നൽകിയിരുന്നു. എനിക്ക് നീ അത്രമേൽ പ്രിയപ്പെട്ടതാണ്, അതുപോലെ തന്നെ എന്നോട് വന്ന് പറയാൻ ഭക്തൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും നിന്നോട് പറഞ്ഞാൽ മതി. നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നോട് പറയുന്നതിന് തുല്യമാണ് നന്ദി എന്നുള്ളൊരു വരദാനം മഹാദേവൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഐതിഹ്യമാണ് ഇങ്ങനെ നന്ദികേശൻ്റെ ചെവിയിൽ പറയുന്നത് കേട്ടോ.